ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കാണിക്കുന്ന ഇയറിങ്സ് എല്ലാം തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതും വെറും 10-20 രൂപ ചിലവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ മീഷോയോ ഫ്ലിപ്കാർട്ടോ ഒക്കെ നോക്കിയാൽ കാണാം, ഈ സെയിം ഡിസൈനിലുള്ള സ്റ്റോൺ ചെയിൻസിൻ്റെ ഇയറിങ്സിന് അവിടെ അറൗണ്ട് 150 റുപ്പീസ്, അതായത് 150 രൂപ വരെയൊക്കെയാണ് വില കാണിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നു വെറും 25 രൂപ. 1 മീറ്റർ സ്റ്റോൺ ചെയിന് 25 രൂപ മുടക്ക് വരുന്നുള്ളൂ. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. B6000 പശ വേണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഫെവിക്കോളും ട്രൈ ചെയ്തു. പിന്നെ ഫെവിക്കോൾ ആകുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ഇതാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടും എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പശ, അതായത് ഈ ഗം ഇല്ല എന്നോർത്താരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു പാറ്റേൺ ആണ് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ബാക്കി നമ്മുടെ സ്വന്തം ഡിസൈനിൽ ചെയ്തെടുക്കാവുന്നുള്ളൂ. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്ന് പറയുന്നത് സ്റ്റഡ് പോർഷൻ ട്രയാങ്കിൾ വന്നിട്ട് അതിൽ നിന്ന് ഈ സ്റ്റോൺ ചെയിൻ ഹാങ്ങിങ് ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്യാനുള്ളൊരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഗ്ലൂ ട്രയാങ്കിൾ ഷേപ്പിൽ ആ ഒരു ഷീറ്റിൽ യൂസ് ചെയ്തിട്ട്, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കുറച്ച് കട്ടിയുള്ള ഷീറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഷീറ്റാണ്. അത് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടും, ക്രാഫ്റ്റ് ഷോപ്പിലും ഒക്കെ കിട്ടും. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇപ്പോൾ ഷർട്ടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ ആയാലും മതി. ഇതുപോലെ വന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഈ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് ഞാനൊരു എളുപ്പവഴി പറയാമെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഈ ഷീറ്റിൻ്റെ, അതായത് ഞാനിപ്പോൾ ഒരു ഡയറിയുടെ ഒരു ബുക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഷീറ്റ് വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ 6 സ്റ്റോൺസിൻ്റെ ചെയിനായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ജോഡി ഇയറിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്താലും കാണിക്കാവുന്നതായിരുന്നു. ഇപ്പോൾ ഞാൻ ഓർത്തൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പം ട്രൈ ചെയ്തത്, അതായത് ചില ആളുകൾക്ക് നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് എന്തോ ഭയങ്കര ഒരു സന്തോഷമാണ് അവർക്കല്ലേ. എനിക്കങ്ങനെയാണ്. എനിക്കിങ്ങനെ ഇയറിങ്സ് ആണെങ്കിലും ബാംഗിൾസൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ടും കൂടി ഉണ്ടാക്കി ഇടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പം പെർഫെക്റ്റ് ആണ്, ഇപ്പം ഞാൻ പ്രൊഫഷണൽ ആണെന്നൊന്നും അല്ല പറയണേ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിസേഴ്സ് പോലും ഇതിന് ക്രാഫ്റ്റിന് യൂസ് ചെയ്യണതല്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആക്ച്വലി ഒരുപാട് നാളായി ഈ ഇയറിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കണം. കാരണം മീഷോയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും 150 റുപ്പീസാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, ഞാൻ എപ്പോഴും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന എവിടെയാണ്. അതിപ്പോൾ ഷോപ്പാണെങ്കിൽ ഷോപ്പിൽ നിന്ന്, ഓൺലൈൻ സൈറ്റ്സ് ആണെങ്കിൽ ഓൺലൈൻ സൈറ്റ്സിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഇയറിങ്സ് വാങ്ങുമ്പോഴാണെങ്കിലും എൻ്റെ ഹോൾ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങാറുള്ളൂ. ഇപ്പം ജ്വല്ലറി സെറ്റായിട്ട് വാങ്ങുമ്പോഴാണെങ്കിലും ഞാൻ 150 എബോവ് ഒന്നും പോവാറേ ഇല്ല. കാരണം അത്രയും എമൗണ്ട് കൊടുക്കേണ്ട, അല്ലെങ്കിൽ അത്രയും വർത്ത് ആയിട്ടുള്ളതാണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അങ്ങനെ പേ ചെയ്യാറുള്ളൂ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്സിൽ നമുക്ക് വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് പെൻഡൻറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാംഗിൾസ് ചെയ്തെടുക്കാം. ഈ അതായത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ ത്രെഡ് ചുറ്റി കഴിഞ്ഞിട്ട് അതിൽ ഇതുപോലെ സ്റ്റോൺ ചെയിനും കുന്തൻ ബീഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബാംഗിൾസും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ട്രയാങ്കിൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം. അതായത് ഞാനിപ്പോൾ കുറേ ഇയറിങ്സ് ട്രൈ ചെയ്ത് നോക്കി, അതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ക്രാഫ്റ്റിൽ വലിയ എക്സ്പേർട്ടായിട്ടുള്ള ആളൊന്നുമല്ല. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പറ്റും എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം ഇതുപോലത്തെ നല്ല പാർട്ടി വെയർ ഇയറിങ് അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലും നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. ജസ്റ്റ് ആ ഒരു സ്റ്റോൺ ചെയിൻ മീറ്ററിന് 25 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു ചെയിൻ വാങ്ങുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15ഓളം ഇയറിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഫുൾ വൈറ്റ് ആയിട്ട് തോന്നിയപ്പോഴത്തേക്കും എനിക്കൊരു അഭംഗി പോലെ തോന്നിയ കാരണം ഞാൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെഡ് കളർ സ്റ്റോൺ കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കണം.
ഒരു റെയിൻഫോൾ പോലത്തെ ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അവിടെ നിന്ന് നമുക്ക് എന്താണ് സ്റ്റോൺ ചെയിൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അത് അസിമെട്രിക് ആയിട്ടാണ്, അതായത് ഒരേ ലെവലിലല്ല. നമ്മളിങ്ങനെ സെൻറ്റർ പോർഷൻ ലെങ്തി ആയിട്ട് വന്നിട്ട് സൈഡ് ഇങ്ങനെ കയറി കയറി വരുന്ന ഒരു സ്റ്റെപ്പ് ലൈക്ക് ഡിസൈനാണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം 6 സ്റ്റോൺസിൻ്റെ ചെയിൻ വെച്ചു. അതിൻ്റെ അടുത്ത പോർഷനിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 8 ചെയിനാണ്, ദെൻ 10, പിന്നെ എഗെയിൻ അതിൽ നിന്ന് കുറഞ്ഞു വരണം 8, 6, അങ്ങനെ 2 സ്റ്റോണിൻ്റെ ഡിഫറൻസ് വരുന്ന രീതിയിലാണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണേ. അത് നമ്മൾ 2 കമ്മലിലും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ചെയ്തിട്ടുള്ള ബാക്കി ഡിസൈൻസ് ഉടനെ തന്നെ ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെ പല പല ടൈപ്പിൽ ഇതുപോലെ, അതായത് ചെയിൻ ഹാങ് വരുന്ന രീതിയിലും അതുപോലെ തന്നെ സ്റ്റഡ് ഡിസൈനിലും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വെയർ ചെയ്തിട്ടുള്ള ഷോർട്സ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അതിൻ്റെയൊക്കെ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാം ട്യൂട്ടോറിയലും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇയറിംഗ് മേക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് 150 റുപ്പീസൊക്കെ റേറ്റ് വരുന്ന ഇയറിങ്സ് ആണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഞാൻ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് ഞാൻ കുറച്ച് 3 എണ്ണം കാണിച്ചല്ലോ, അതുകൂടാണ്ട് എൻ്റെ കയ്യിൽ വേറെയും കുറച്ച് പാറ്റേൺസ് കൂടി ഞാൻ ചെയ്തിരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച പാറ്റേൺസ് എല്ലാം ഞാൻ മീഷോ നോക്കി ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അതല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് ഡിസൈനും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒക്കെ നിങ്ങൾക്ക് കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ വേണം എന്നുണ്ടെങ്കിൽ ഷോർട്സ് കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്താലും മതിയാവും, ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇത് കമ്മൽ എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ബാക്കി പ്ലാസ്റ്റിക് ഷീറ്റ്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി പുറകിൽ ഇതുപോലത്തെ ഒരു സ്റ്റഡ് കൂടി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇയറിങ്സ് റെഡി ആയിട്ടുണ്ട്. നോക്കി എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.